എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 81ഉം 82ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഏട്ടനോട് പറഞ്ഞതിന് ശേഷം പശുക്കളെയൊക്കെ മേയിച്ചുകൊണ്ട് കാളിന്തിയുടെ തീരത്തെത്തി അവിടെ ആ സ്ഥലത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ട് ഇവിടെ തന്നെ ആവണം കാളിയൻ്റെ താമസം എന്ന് മനസ്സിലാക്കിയിട്ട് ബലരാമനോട് ഏട്ടനോട് പറയാണ്, ഞാൻ കാളിയൻ്റെ ഗർഭമൊക്കെ ശമിപ്പിക്കാൻ പോവാണ്. അങ്ങനെ ശമിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ തീരത്തുള്ളവരായ ആ മനുഷ്യരെ രക്ഷിക്കാൻ എനിക്ക് പറ്റണില്ല എങ്കിൽ ഞാൻ ഈ ഒരു ശരീരം അല്ലെങ്കിൽ ഈ ഒരു അവതാരം എടുത്തതിൻ്റെ ലക്ഷ്യം പോലും വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഞാനിതാ കാളിയൻ്റെ ഗർവ്വ ശമിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ട് പതുക്കെ നമ്മൾക്കറിയാം കടമ്പ വൃക്ഷത്തിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം എന്താണ് പറയണതെന്ന് ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. തഥേതി തത്വജ്ഞതയൈവ തൂർണം തസ്മിൻ പുരോ ജന്മനി സാഭ്യനുജ്ഞേ അഹേർവിചിന്വൻ മഥനാദ്യുപായം കദംബമൈക്ഷിഷ്ടതടപ്രരൂഢം. ആദ്യം പദച്ഛേദം നോക്കാം. തഥാ ഇതി തത്വജ്ഞതയാ ഏവ തൂർണം തസ്മിൻ പുരോജന്മനി സാഭ്യനുജ്ഞേ അഹേ വിജിന്വൻ മഥനാദ്യുപായം കദംബം ഐക്ഷിഷ്ട തടപ്രരൂഢം. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് അനുവാദം കിട്ടി എന്നാണ് പറയണത്. പുരോജന്മനി തത്വജ്ഞതയാ ഏവ തഥാ ഇതി തൂർണം സാഭ്യനുജ്ഞേ. പുരോജന്മാവായിട്ടുള്ള ബലരാമൻ, പുരോജന്മാവ് മുൻപ് ജനിച്ചവൻ, തനിക്ക് മുമ്പേ ജനിച്ചവൻ ഏട്ടൻ. ഇവിടെ ഏട്ടൻ എന്ന് പറയുമ്പോൾ ബലരാമൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തത്വജ്ഞതയാ ഏവ, കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ആ കാളിന്തി നദിയുടെ അവസ്ഥയും അതിനുള്ളിലുള്ള വലിയ ഹ്രദത്തിൽ താമസിക്കുന്ന പാമ്പിൻ്റെ സ്വഭാവവും തീരത്തുള്ളവരുടെ ദുരിതവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് തന്നോട് പറഞ്ഞത് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കിയവനായ അങ്ങനെയുള്ള ബലരാമൻ. അതാണ് തത്വജ്ഞതയാ. എല്ലാ കാര്യവും മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ആവട്ടെ എന്ന് പറയാണ് ബലരാമൻ. തത്വജ്ഞതയാ ഏവ തൂർണം, വേഗം തന്നെ, തഥാ ഇതി, അങ്ങനെയാവട്ടെ എന്ന് സാഭ്യനുജ്ഞേ, അനുവാദം കൊടുത്തപ്പോൾ. അപ്പോൾ ബലരാമൻ്റെ അനുവാദം കിട്ടി. ബലരാമൻ ഏട്ടനോടാണ് ഇതൊക്കെ പറഞ്ഞത്, ഏട്ടൻ അനുവദിക്കുകയും ചെയ്തു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ എന്താണ് വിചാരിച്ചത്? അഹേഹെ മഥനാദ്യുപായം വിജിന്വൻ. അഹേഹെ, അഹി പാമ്പ്, അഹേഹെ അഹിയുടെ, അതായത് പാമ്പിൻ്റെ മഥനാദ്യുപായം, എങ്ങനെ അതിൻ്റെ ഗർഭ ശമിപ്പിക്കാം, എങ്ങനെ അതിനെ ഒതുക്കാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയായിരുന്ന, അതാണ് അഹേഹെ മഥനാദ്യുപായം വിചിന്വൻ. അത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അഹങ്കാരം തീർക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന കൃഷ്ണൻ പെട്ടെന്നാണ് തടപ്രരൂഢം കദംബം ഐക്ഷിഷ്ട. തടപ്രരൂഢം, കാളിന്തി നദിയുടെ തീരത്ത് വളർന്നു നിൽക്കുന്നതായ, തടത്തിൽ പ്രരൂഢമായ കദംബം കടമ്പ് വൃക്ഷത്തെ ഐക്ഷിഷ്ട കണ്ടു. എങ്ങനെയാണ് കാളിയൻ്റെ ഗർവ് ശമിപ്പിക്കേണ്ടത് എന്നായിരുന്നു ഭഗവാൻ പിന്നെ ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ നദിയുടെ തീരത്ത് വളർന്നു നിൽക്കുന്നതായ കടമ്പ് വൃക്ഷത്തിലെ കണ്ണുടക്കിയത്. ഇനി കടമ്പുമേൽ കയറിയിട്ടാണ് ഹ്രദത്തിലേക്ക് എടുത്ത് ചാടുന്നത് എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഒരു വ്യത്യസ്തമായ ശൈലിയിൽ സുകുമാരകവി വർണ്ണിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇതിലെ പല അംശങ്ങളും മേൽപ്പത്തൂരടക്കം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മരം കണ്ടപ്പോൾ, കടമ്പ് വൃക്ഷം കണ്ടപ്പോൾ എന്താണ് ഭഗവാൻ വിചാരിച്ചത് എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തിൽ. 82ാമത്തെ ശ്ലോകം നോക്കൂ. ഇമം സമാരുഹ്യ നിപത്യ തസ്മിൻ പദ്ഭ്യാം മധിഷ്യാമി തമസ്തധൈര്യം ഇത്യധ്യവസ്യൻ പരിരഭ്യദോർഭ്യാം ആരോഢുമാരബ്ധ ഹരികദംബം. ആദ്യം പദച്ഛേദം നോക്കാം. ഇമം സമാരുഹ്യ നിപത്യ തസ്മിൻ പദ്ഭ്യാം മധിഷ്യാമി തം അസ്തധൈര്യം ഇതി അധ്യവസ്യൻ പരിരഭ്യ ദോർഭ്യാം ആരോഢും ആരബ്ധ ഹരി കദംബം.
ഭഗവാൻ എന്താ ചെയ്തത്? ഹരി, ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇമം കദംബം ആരുഹ്യ, ഇമം കദംബം സമാരുഹ്യ, ഈ മുൻപിൽ കാണുന്നതായിട്ടുള്ള കടമ്പ് വൃക്ഷത്തിലേക്ക് കയറിയാൽ, കടമ്പ് വൃക്ഷത്തിന്മേലേക്ക് അങ്ങോട്ട് സമാരുഹ്യ, മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്നു കയറിയാൽ എന്ത് ചെയ്യാം? തസ്മിൻ, തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ ഹ്രദത്തിൽ, ആ കാളിന്തി നദിയിലുള്ളതായിട്ടുള്ള ഹ്രദത്തിൽ, അതല്ലെങ്കിൽ കാളിയന്റെ മുകളിൽ, അതും പറയാം. തസ്മിൻ എന്ന് പറയുമ്പോൾ കാളിയനിൽ, കാളിയന്റെ മേലെ എന്നും അർത്ഥം പറയാം, ഹ്രദത്തിൽ എന്നും അർത്ഥം പറയാം. അതാണ് തസ്മിൻ നിപത്യ, നിപത്യ എടുത്തു ചാടിയിട്ട്, അങ്ങനെ മുകളിൽ നിന്ന്, ഈ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ ഹ്രദത്തിലേക്ക് അല്ലെങ്കിൽ പാമ്പിന്റെ മേലേക്ക് എടുത്തു ചാടിയിട്ട് അസ്തധൈര്യം തം, അസ്തധൈര്യം എന്ന് പറഞ്ഞാൽ തനിക്ക് എതിരാളിയായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര ധൈര്യമുള്ള ആൾക്കും ഒന്ന് കരുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഭഗവാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ടെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാമ്പിൻ്റെ, കാളിയൻ്റെ ധൈര്യവും കുറച്ചൊന്നും ഇല്ലാതെയായി പോകും. അതാണ് അസ്തധൈര്യം. ധൈര്യം ഇല്ലാതെയായി പോയവനായ തം, ആ പാമ്പിനെ, ആ കാളിയനെ, മഥിഷ്യാമി മഥനം ചെയ്യാം, മർദ്ദിക്കാം, അവൻ്റെ അഹങ്കാരങ്ങൾ മുഴുവനും കളയാം എന്ന് ഇതി അധ്യവസ്യൻ എന്നിങ്ങനെ ഉറപ്പിച്ച് വിചാരിച്ചിട്ട്, എന്ന് മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിട്ട്, അതായത് ഈ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് എടുത്തു ചാടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ആ കാളിയൻ്റെ മേലേക്ക് എടുത്തു ചാടിയിട്ട് അല്ലെങ്കിൽ ഹ്രദത്തിലേക്ക് എടുത്തു ചാടിയിട്ട് തം അസ്തധൈര്യം പദ്ഭ്യം അധിഷ്യാമി, പദ്ഭ്യം എന്നവിടെ പറഞ്ഞില്ല, അങ്ങനെ ധൈര്യമൊക്കെ കുറഞ്ഞു പോകുന്നവനായിട്ടുള്ള ആ കാളിയനെ കാലുകൊണ്ട് മഥനം ചെയ്യാം, കാലുകൊണ്ട് അമർത്തി ചവിട്ടി അവൻ്റെ അഹങ്കാരങ്ങളൊക്കെ കളയാം എന്നിങ്ങനെ ഇതി അധ്യവസ്യൻ ഉറപ്പിച്ചിട്ട്, മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? കദംബം ദോർഭ്യാം പരിരഭ്യ ആരോഢും ആരബ്ധ, ആ കടമ്പ് വൃക്ഷത്തെ, തീരത്ത് വളർന്നു നിൽക്കുന്നതായിട്ടുള്ള വലിയ കടമ്പ് മരത്തിലേക്ക് ചെന്നിട്ട്, അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ദോർഭ്യാം പരിരഭ്യ, രണ്ട് കൈകൾ കൊണ്ടും അതിനെ ചുറ്റി വരിഞ്ഞിട്ട്, രണ്ട് കൈകൾ കൊണ്ടും എന്തിനാണ് ആ മരത്തിനെ ചുറ്റി വരികണത്? മരത്തിൽ കയറാൻ പോകുന്ന അതിൻ്റെ ഒരു രീതിയാണ്. മരത്തിൽ കയറുമ്പോൾ അതുമേ കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ട് കൈ കൊണ്ടും ചുറ്റി പിടിച്ചിട്ട് കാലുകൊണ്ട് ഇങ്ങനെ കുതിച്ച് അങ്ങനെയാണ് കയറി പോവുക. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ദോർഭ്യാം പരിരഭ്യ, രണ്ട് കൈ കൊണ്ടും ചുറ്റി വരിഞ്ഞ് ആ കടമ്പിനെ പിടിച്ചിട്ട് ആരോഢും ആരബ്ധ, മുകളിലേക്ക് കയറുവാൻ ആരംഭിച്ചു. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് ഹ്രദത്തിലേക്ക് എടുത്തു ചാടണം. തീരത്ത് നിന്ന് എടുത്തു ചാടുന്ന പോലെയല്ല, മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തു ചാടുമ്പോൾ നല്ല ശക്തിയായിട്ട് വെള്ളത്തിലേക്ക് എത്താൻ പറ്റും, നല്ലവണ്ണം താഴെ വരെ എത്തും ചെയ്യും. ഹ്രദത്തിൻ്റെ ഉള്ളിൽ അടിയിൽ എവിടെയോ ആണ് കാളിയൻ വസിക്കണത് എന്നുള്ളത് ആ ഗോപൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ പാമ്പിനെ അവിടെ നിന്ന് ഇളക്കി കൊണ്ടുവന്ന് അവൻ്റെ ദേഷ്യമൊക്കെ ഇല്ലാതെയാക്കിയിട്ട്, അഹങ്കാരമൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. പശുക്കൾക്കും ഈ ഗോപന്മാർക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ളതായിട്ടുള്ള ഈ നദിയെ കലുഷമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. അതാണ് ഭഗവാൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ചാടാം, വെള്ളത്തിലേക്ക് എടുത്ത് ചാടാം എന്ന് വിചാരിച്ച് പതുക്കെ രണ്ട് കൈ കൊണ്ടും ആ മരത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ ആരംഭിച്ചു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തഥേതി തത്വജ്ഞതയൈവ തൂർണം തസ്മിൻ പുരോ ജന്മനി സാഭ്യനുജ്ഞേ അഹേർവിചിന്വന്മഥനാദ്യുപായം കദംബമൈക്ഷിഷ്ടതടപ്രരൂഢം ഇമം സമാരുഹ്യ നിപത്യ തസ്മിൻ പദ്ഭ്യാം മധിഷ്യാമി തമസ്തധൈര്യം ഇത്യധ്യവസ്യൻ പരിരഭ്യ ദോർഭ്യാം ആരോഢുമാരബ്ധ ഹരിഃ കദംബം. അങ്ങനെ ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. അവിടെ ബലരാമൻ്റെ അനുഗ്രഹവും അനുജ്ഞയും ഉണ്ടായിരുന്നു. വളരെ അടുത്ത് നിന്ന്, അതായത് തീരത്ത് നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ വിചാരിച്ചത്ര ശക്തിയൊന്നും കിട്ടില്ല, പാമ്പിൻ്റെ അടുത്തേക്ക് എത്താനും പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് തീരത്ത് വല്ലതും ഉണ്ടോ, മരങ്ങൾ വല്ലതും നിൽക്കണുണ്ടോ എന്നൊക്കെ നോക്കിയത്. അപ്പോഴാണ് ഒരു കടമ്പ് വൃക്ഷം അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടത്. ആ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ശാഖകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ചാടാനാണ് പുറപ്പെടുന്നത്. നദിയിലേക്ക്, കാളിന്തിയിലേക്ക് എടുത്ത് ചാടുന്നതിനെ പറ്റിയിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ കവി ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള ഈ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്
ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.